ഹലോ ഗൈസ്. അപ്പോൾ ഈയിടെയായിട്ട് ട്വിൻസിൻ്റെ ഓർഡർ കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇന്നത്തെ വർക്കിലേക്ക് വരാം. വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. എല്ലാ ദിവസവും പറയുന്ന പോലെ വലിയ മാറ്റമൊന്നുമില്ല. ഇന്നും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡെക്കറേഷനിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ പോന്നോളി. ഇന്ന് ഫസ്റ്റ് ഒരു കേക്ക് വന്നിട്ട് ബട്ടർ സ്കോച്ചാണ്. ഒരു 1.5 kg അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പം റെഫറൻസ് അയച്ചു കൊടുത്തപ്പം അവരെന്നെ സെലക്ട് ചെയ്തിട്ടുള്ളൊരു യൂണിക്കോൺ തീമായിരുന്നു. എന്തോ എനിക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു. ആ ഒരു എന്തൊരു ഒറിജിനാലിറ്റിയോ എന്തൊക്കെയോ തോന്നില്ലേ. ഇപ്പം തോന്നില്ല, ലാസ്റ്റിലേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കുറച്ചെന്നല്ല, എക്സാക്റ്റ് അതേപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചേഞ്ചസൊക്കെ ഒന്ന് വരുത്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു യൂണിക്കോണിൻ്റെ ഇത് വെച്ചു. ദെൻ ടോപ്പർ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വേറെ ഒരു കേക്കും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ ഒരു കേക്കും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. ദെൻ കുറച്ച് ഫോക്സ് ബോള്, ക്ലൗഡ്, സ്റ്റാർ, ദെൻ യൂണിക്കോൺ ആൻഡ് ചെറിയൊരു ഗേള്, ദെൻ കുറച്ച് ബട്ടർഫ്ലൈസ്, പിന്നെ ഇതുവരെ ഞാൻ യൂസ് ചെയ്യാത്തൊരു ഫോക്സ് ബോളും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പിലുള്ളൊരു ഫോക്സ് ബോൾ. അതെന്തോ ചെറുതായിട്ടൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പം അങ്ങനെ. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ്, ക്ലൗഡ്. എനിക്ക് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആ സ്റ്റിക്കൊന്നും പുറത്തേക്ക് കാണുന്നത് തീരും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ മാക്സിമം അത് കാണാത്ത രൂപത്തിലൊക്കെ സെറ്റാക്കി വെക്കുമായിരിക്കും. നമുക്ക് ലാസ്റ്റിലേക്ക് കാണാം. അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് റെഫറൻസ് അയച്ചു തന്നൊരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഉള്ളതുപോലെ നമ്മൾ ഓരോന്നോരോന്നാക്കി 1 by 1 ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നാമത് കുറച്ച് ദൂരമേ ഉള്ളൂ, ഇവിടെ അടുത്ത് തന്നെയാണ്, വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഡെലിവറി ഉള്ളത്. ഡെലിവറിയിൽ അവർ വന്ന് കളക്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്നാലും ആ ഒരു റോഡൊക്കെ ചെറുതായിട്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ആയിപ്പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടും അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിലേക്ക്. അപ്പം അതിൽ കുറച്ച് സ്റ്റാറൊക്കെ വെച്ചാൽ ഒരു നൈസായിരിക്കും എന്ന് തോന്നി. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റാർ ബാക്കിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ട് വെക്കുകയാണെങ്കിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിപ്പോവും. അപ്പം ഞാൻ വിചാരിച്ചു അത് നേരെ നിൽക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അടിയിൽ ചെറിയൊരു സ്റ്റാർ വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ വെറുതെ അടന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും സ്പേസ് ഉണ്ട്. അങ്ങനെ അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് ഷുഗർ ബോൾസ് അതും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടാ ഈ ഒരു കേക്കാണ് കേട്ടോ അതിലുള്ളത്. അപ്പം ഏകദേശം അതൊക്കെ പോലെ തന്നെ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയട്ടോ. ദെൻ നമുക്ക് സെക്കൻഡ് കേക്കിലേക്ക് കിടക്കാം. ഇത് ഒരു ട്വിൻസിൻ്റെ കേക്കായിരുന്നു. ദെൻ ഒരാളുടെ ഹസ്ബൻഡ് തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. കസിൻ്റെ തന്നെയാണ്. അപ്പോൾ ആൾ നാട്ടിലുണ്ടാവില്ല. അപ്പം ഡെലിവറി ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് ബലൂൺസും കാര്യങ്ങളും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ആർഭാടൊന്നും പറഞ്ഞുകൂടാ, അങ്ങനൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പം കേക്കിൻ്റെ ടെക്സ്ചറല്ല, അതിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ക്വയർ ഇങ്ങനെ നിൽക്കുന്നുള്ളത്. എങ്ങനെയോ ഈ ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ വന്നുപോയി. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിരുന്നു കേക്ക്.
1 kg ബട്ടർ സ്കോച്ച് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ ഏജ്, ദെൻ ചെറിയൊരു റൈറ്റിങ്ങും കൂടെ കൊടുത്തു. വൈറ്റ് കേക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഓവർ കളർ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളും നമുക്ക് വിട്ടു തന്നതായിരുന്നു. അങ്ങനെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇത് നമുക്ക് ഡെലിവറി ഉണ്ട്, ഇവിടെ വീട്ടിനടുത്ത് തന്നെയാണ്. അപ്പോൾ അത് വഴിയെ കാണാം. പിന്നെ ഉണ്ടായിരുന്നതൊരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലായിരുന്നു. അപ്പോൾ റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഷുഗർ ബോൾ, വലിയ ഷുഗർ ബോൾസ് ഇല്ലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. നമ്മൾ ആ കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ഇത് കേക്ക് പുന്നശ്ശേരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട്സ് നമ്മൾ ഫോണ്ടനിൽ സെറ്റ് ചെയ്തെടുത്തായിരുന്നു. നമ്മൾ കട്ടേഴ്സൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ നമ്മളല്ലാതെ തന്നെ സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ സെറ്റ് ചെയ്തു. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടു. പിന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് ക്യാൻഡിൽ, അതും കൂടെ ഇൻസേർട്ട് ചെയ്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. റൈറ്റിംഗ് ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു സിമ്പിളായിട്ടുള്ള കേക്കാക്കിയിട്ട് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കേക്ക് വന്നിട്ട് ട്വിൻസിൻ്റെ കേക്കാണ്. അപ്പോൾ കേക്ക് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് കാക്കൂര് ഭാഗത്തേക്കായിരുന്നു കേട്ടോ. പെരുമീൻപുറം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ കേക്ക് റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിൻട്രസ്റ്റിലുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള പോലെ എന്ന് പറയുമ്പം ഞാൻ പിക്കൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, ചെറിയ ചേഞ്ചസൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കേക്ക് വന്നിട്ട് ഒരു 1 kg റെഡ് വെൽവെറ്റാണ് ടോളാക്കി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് ആണ് കേട്ടോ ആ ഒരു വെർട്ടിക്കൽ സെറ്റപ്പിൽ സെറ്റാക്കി വെച്ചത്. അപ്പോൾ ആ ഒരു ഇതായിട്ട് കൊടുത്തു. ദെൻ 2 ഡോൾസ്. കുറേ കാലമായി ഇപ്പോൾ ഫോണ്ടൻറ്റിൽ ഈ ഡോളും ഒന്നും ചെയ്യാതെ. അപ്പം എങ്ങനെയോ സംഭവം സെറ്റാക്കി എടുത്തു. 2 ഗേളായിരുന്നു. അവർ അവർ റെഡ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളറ്. അപ്പോൾ ഞാൻ കേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തത്. ഓവർ കളർ മിക്സിങ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുത്തു. ദെൻ എന്താ പറയുക, 2 ട്വിൻസ് ആണല്ലോ, അവരുടെ ഡ്രസ്സിൻ്റെ കളർ ഞാൻ വിചാരിച്ചു എന്നാൽ റെഡിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സ് റെഡിലാക്കി. ദെൻ മുകളിലൊരു ആ ഒരു എന്താ പറയുക ബർത്ത്ഡേൻ്റെ ആ ഒരു സംഭവമില്ലേ, അതും കൂടി ഒന്ന് വിചാരിച്ച് സെറ്റാക്കി എടുത്തു. ദെൻ കുറച്ച് എന്താ പറയുക ഫ്രിൽസില്ലേ ഡ്രസ്സിൻ്റെ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെറ്റാക്കി വെച്ചതായിരുന്നു. ദെൻ കേക്കിൻ്റെ ഇതിൽ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ സെറ്റാക്കാമെന്നായിരുന്നു പ്ലാനിങ്. അങ്ങനെ കേക്കിൻ്റെ ഇതിൽ ഞാൻ ഇത് രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഡെലിവറി ചെയ്തത്. പണ്ടൊരു കേക്ക് ഇതേപോലെ, അപ്പം അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ളതായിരുന്നു ആ ഒരു പാട്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് കേക്ക് കൊളായി. പക്ഷേ ഇത് എനിക്ക് എന്താ പറയുക നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല എന്താ പറയുക എങ്ങനെയാണെങ്കിലും അവിടെ എത്തിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു റൈറ്റിംഗ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൊടുത്തു. ദെൻ ഫ്ലവർ ബാക്കിലും താഴെ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. സിമ്പിളായിരുന്നു കേട്ടോ കേക്ക്. സിമ്പിളല്ല എന്നാലും ചെറുതായിട്ടൊരു സിമ്പിൾ. അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ട് ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റിലേക്ക് ആയപ്പോഴേക്ക് കൈക്ക് എന്തോ കുറച്ച് നീളം കൂടിയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ചെറുതായിട്ട് കൈയൊക്കെ ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പം കേക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദെൻ ഇനിയുള്ള കേക്ക് നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അത് നമുക്ക് 7/6 ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അതും ഒരു സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മൾ സെറ്റാക്കി എടുത്തത്. ഫ്ലാറ്റായിട്ടാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കളറ് നമ്മൾ മാക്സിമം അതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓവർ കളർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കളർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓവർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ കേക്കിനത് ബാധിക്കും അല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കൊടുത്തിട്ടുണ്ട് എന്നും പറയാം. അപ്പം
കേക്കിൻ്റെ ടേസ്റ്റേ മാറും, മീൻസ് ക്രീമിൻ്റെ ടേസ്റ്റേ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു ഷെയ്ഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ ഓക്കെയാണ് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഇതിൻ്റെ ഡെക്കറേഷൻ ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. മുകളിലായി ഒരു ക്രീമിൻ്റെ പിന്നെ ഒരു ഇതെല്ലാം ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഷുഗർ ബോൾസും പിന്നെ ബട്ടർഫ്ലൈസും പിന്നെ അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ സെറ്റ് ചെയ്ത് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി വരൂ നമുക്ക് ഡെലിവറി കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ഒരു കുട്ടി ഹാർട്ട്സൊക്കെ വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് പുന്നശ്ശേരിക്കായിരുന്നു. സോ നമ്മൾ ഇറങ്ങുകയാണ്. ഡെലിവറി ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ രാവിലെ അതങ്ങോട്ട് ഒരു ഡെലിവറി അങ്ങോട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുവാണ്. ഇതിപ്പം അവിടെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. എപ്പോഴാണ് അത് പറിച്ചിട്ടാണെന്ന് അറിയത്തില്ല, അതുവരെ അവിടെ കിടക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പുന്നശ്ശേരിക്ക് പോകാം. അത് നമ്മൾ അവിടെ സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കൊടുത്തു. ദെൻ പിന്നുള്ളൊരു കേക്ക് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം കൊണ്ടു കൊടുത്തായിരുന്നേ. അപ്പം അവിടെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. എന്തോ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്, കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ പോയി അവിടെ കൊടുത്തു. ദെൻ മടങ്ങി ഗൈസ്. മടങ്ങിയത് നമ്മൾ പോയ റൂട്ടിലല്ലായിരുന്നു കേട്ടോ, വേറെ റൂട്ടിൽ കൂടെ ആയിരുന്നു മടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വ്യൂ കാണാൻ പറ്റി. ഇപ്പം നിങ്ങൾക്കും കാണാൻ പറ്റി. ഓക്കെ, അപ്പം കമോൺ നമുക്ക് നെക്സ്റ്റ് ഡെലിവറിയിലേക്ക് പോവാം. അവരതിൽ ക്യാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിൽ വെക്കാൻ എന്തോ എനിക്ക് വലിയ ലൈക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചു. അവരോടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്ന ടൈമിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 7:06 കേട്ടോ ഡെലിവറി. ദെൻ അവർ അവിടെ എത്തിച്ചു. പിന്നെ ഉണ്ടായിരുന്ന കേക്ക് നമ്മളുടെ യൂണിക്കോൺ. അത് ആദ്യം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ കേട്ടില്ല. അപ്പോഴേക്ക് അവരിങ്ങോട്ട് പോന്നു പോയി. ആരെയും കൂട്ടി വരണം, വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരൊന്നും കേൾക്കാതെ വന്നു, വണ്ടിയിൽ വെക്കാൻ പറ്റില്ല, അവർ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഡെലിവറി ചെയ്തു കേട്ടോ. ഇനി നമ്മളുടെ വെർട്ടിക്കൽ സ്ക്വയർ കേക്കിൻ്റെ ഡെലിവറിക്ക് പോവാണ്. വണ്ടിയിൽ കൊണ്ടുപോയാൽ അവിടെ എത്തൂല എന്നറിയുന്നത് കൊണ്ട് ഞാൻ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ കൂരിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതിയെ നടന്ന് പോയി. അപ്പോൾ എന്താ ഇത് വൻ സർപ്രൈസായിരുന്നു. മകളായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നൈറ്റാണ് ടൈം. ദെൻ കേക്ക് ഡിസൈനൊക്കെ ചേച്ചിയുടെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സർപ്രൈസ് കൊടുക്കാനും കിട്ടാനും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ പോലെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരാൾ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് സർപ്രൈസ്ഡ് ആയത് അവനാണെന്നാണ് കേട്ടോ. സർപ്രൈസ് ഇപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് എന്തുതന്നെയാണെങ്കിലും നമുക്ക് പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക കേട്ടോ. വലുതിലോ ചെറുതിലോ നല്ല കാര്യം, കൊടുത്തോ എന്നതിലാണ് കാര്യം കേട്ടോ. അഡ്വൈസായിട്ടൊന്നും കാണണ്ട, ഒരു ചെറിയ ടിപ്പായിട്ട് കണ്ടാൽ മതി.